പെരുന്നാൾ വരുമ്പോൾ പിന്നെ ഈദ് മീറ്റ് സംഘടിപ്പിക്കുക അല്ലെ? ഈദ് മീറ്റ് പെരുന്നാളിന്റെ പേരിൽ ഒന്ന് ചേരണം. അത് ഗാനമേള നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യം നടത്തിയിട്ടല്ല. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾക്കൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പോലും പഠിപ്പിച്ചത് മൻ ജലസ ഇലാ ഖൈനതി യസ്മഅ മിൻഹാ, ആരെങ്കിലും ഒരു ഗാനമേള സദസ്സിലേക്ക് പോയിരുന്ന ഗായികമാരുടെ പാട്ട് കേട്ട് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്താൽ അവന്റെ കാതിലേക്ക് പടച്ചു തമ്പുരാൻ നാളെ ആഖിറത്തിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാനമേള കേട്ട കാതുകളിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുകയാ. ആര് പഠിപ്പിച്ചു ഈ സംസ്കാരം? എന്റെ ചെറുപ്പക്കാർക്ക് ആര് പഠിപ്പിച്ചു ഈ സംസ്കാരം? ഈദ് മീറ്റിന്റെ പേരിൽ കുറെ പാട്ടുകാരെ, വടകര താജുദ്ദീനെ കൊണ്ടുവരിക, സലീം കുടത്തോരെ കൊണ്ടുവരിക, കൊല്ലൻ ഷാഫിയെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഗാനമേള. അതിന്റെ മുന്നിൽ ഇങ്ങനെ നെളിഞ്ഞിരിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരും സാമുദായിക രാഷ്ട്രീയ മേലാളന്മാരും. ആര് പഠിപ്പിച്ചു സഹോദരങ്ങളെ? ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തിന്റെ പേരിലെന്ന് പറഞ്ഞാലും ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ചെറുപ്പക്കാർ രംഗത്ത് വരണം. എന്ത് പേരിലും ആയിക്കോട്ടെ, പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ നടത്താൻ പാടില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അപ്രകാരം അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക് സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിശബ്ദരായി മാറി നിൽക്കേണ്ടുന്നവനല്ല ചെറുപ്പക്കാരൻ, അത് കണ്ടില്ല എന്ന് നടിക്കേണ്ടുന്നവനല്ല ചെറുപ്പക്കാരൻ. പിന്നെയോ മൻ റആ മിൻകും മുൻകറാ ഫൽയുഗയ്യിർഹു ബിയദിഹി, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ടാൽ നിന്റെ കൈകൊണ്ട് നിനക്കതിനെ തടുക്കാൻ സാധിക്കട്ടെ. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അതിന് കഴിയുന്നില്ല എങ്കിൽ നിന്റെ നാവുകൊണ്ട് നിനക്കതിനെ തടുക്കാൻ സാധിക്കട്ടെ. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി, അതിന് സാധിക്കുന്നില്ല എങ്കിലോ നിന്റെ ഹൃദയം കൊണ്ട് നിനക്കതിനെ വെറുക്കാൻ സാധിക്കട്ടെ. അതേ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ബാധ്യതയാ. കയ്യോത്തുകൊണ്ട് തടുക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ നാവുകൊണ്ട് തടുക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാൻ സാധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അതേ കയ്യോത്തുകൊണ്ടും നാവുകൊണ്ടും തടയാൻ പറ്റാതെ അതും ഹൃദയം കൊണ്ടുള്ള വെറുപ്പ് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ വദാലിക അദ്അഫുൽ ഈമാൻ, അത് നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിലേക്ക് നീ തരം താഴ്ത്തപ്പെട്ടു എന്നതിന്റെ അടയാളമാണതെന്ന് മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലേബലിൽ പോലും ഇസ്ലാമിൽ നടത്തപ്പെടുന്നതായ അധാർമിക പ്രവണതകളെ കയ്യൂക്കുകൊണ്ട് തടുക്കുക, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കുക, അതുമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുക. തടയാൻ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക, നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് നീ തെള്ളപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. ചെറുപ്പക്കാരന്റെ ഉത്തരവാദിത്വം, ഒരു ചെറുപ്പക്കാരന്റെ ഉത്തരവാദിത്വം. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഉൾപ്പെടെയുള്ള പല സൂറത്തുകളിലും പടച്ചോൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ സമൂഹം മുഴുവൻ തെറ്റിലേക്ക് പോകുമ്പോഴും മദീന, പട്ടണത്തിന്റെ അങ്ങേ ഭാഗത്തുനിന്നും ഒരാൺകുട്ടി ഓടി വന്ന് ആ സമൂഹത്തിനിടയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച സംഭവം സൂറത്ത് യാസീൻ പോലും പടച്ചോൻ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ആണത്തം എന്റെ ചെറുപ്പക്കാർക്കുണ്ടാകണം. ആ ഒരു ആണത്തം ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർ, അല്ലെ, മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് ഇന്ന് ആഘോഷങ്ങൾ, ഗാനമേളകൾ ഉൾപ്പെടെ